BB7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ വീക്ക്ലി ടാസ്കിൻ്റെ രണ്ടാമത്തെ റൗണ്ട് നടക്കുകയാണ്. ആദ്യത്തെ റൗണ്ടിൽ സ്റ്റോൺ ലഭിച്ച 8 പേർക്ക് മാത്രമാണ് ഈ റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ റൗണ്ടിൽ സ്റ്റോൺസ് കാണാവുന്ന രീതിയിൽ പോഡിയം ഓപ്പൺ ആയിരുന്നു. കൂടാതെ ഈ റൗണ്ടിൽ ആര്യന് ഗോൾഡ് സ്റ്റോൺ ലഭിച്ചെങ്കിൽ മാത്രമാണ് അക്ബറിന് സൂപ്പർ പവർ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബസർ അടിച്ച ഉടൻ 8 പേരും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആ ഉന്തിരും തള്ളിലും പെട്ട് റെന ഫാത്തിമ നിലത്ത് വീഴുകയും ബിന്നിയുടെ കൈക്ക് സാരമായി പരിക്ക് പറ്റുകയും ചെയ്തു. അതിനിടയിൽ പോഡിയത്തിൽ നിന്നും ഗോൾഡ് സ്റ്റോൺ ആര്യന് ലഭിച്ചെങ്കിലും അത് ആര്യൻ്റെ കയ്യിൽ നിന്നും നിലത്ത് വീഴുകയും ആ സമയം ഷാനവാസ് അത് കരസ്ഥമാക്കുകയും ചെയ്തു. ബസർ അടിച്ച സമയത്ത് എന്തായാലും ഗോൾഡ് സ്റ്റോൺ ഇപ്പോൾ ഷാനവാസിൻ്റെ കയ്യിലാണ്. സെക്കൻഡ് റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത 8 പേരിൽ 6 പേർക്കും ഈ റൗണ്ടിൽ സ്റ്റോൺ ലഭിച്ചു. അതിൽ ജിസേലിന് 2 റെഡും ആര്യന് 3 റെഡും ഷാനവാസിന് 1 ബ്ലാക്കും 1 ഗോൾഡും 1 റെഡും അക്ബറിന് 3 റെഡും 1 ബ്ലാക്ക് സ്റ്റോണും അഭിലാഷിന് 2 റെഡും അനീഷിന് 2 റെഡും 2 ബ്ലാക്ക് സ്റ്റോണുമാണ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ബസർ അടിച്ച സമയത്ത് ആര്യൻ്റെ കയ്യിൽ ഗോൾഡ് സ്റ്റോൺ ഇല്ലാത്തതിനാൽ തന്നെ അക്ബറിന് ലഭിച്ച സൂപ്പർ പവർ ഇനി അക്ബറിന് യൂസ് ചെയ്യാൻ സാധിക്കില്ല. കൂടാതെ സൂപ്പർ പവർ നഷ്ടപ്പെടുത്തിയതിന് ആര്യനും അക്ബറിനും പണിഷ്മെൻറ്റ് ലഭിക്കുകയും ചെയ്തു. അതിനായി ഇരുവരെയും കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയും ചർച്ച ചെയ്ത് ഇവരിൽ നിന്നും ഒരാളെ സെക്കൻഡ് വീക്കിലെ എലിമിനേഷനിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനുമായി ബിഗ് ബോസ് ആവശ്യപ്പെട്ടു. ഇവരുടെ ചർച്ച ലൈവായിട്ട് മറ്റു കുടുംബാംഗങ്ങൾക്കും പ്ലാസ്മ TV-യിലൂടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ചർച്ച കുറച്ച് അധികം നേരം നീണ്ടു നിന്നു. കാരണം ഇരുവരും ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. എന്നാൽ ആര്യൻ ഇതിനായി പറഞ്ഞ റീസൺ താൻ ഫസ്റ്റ് വീക്കിലെ നോമിനേഷനുണ്ടെന്നും രണ്ടാമത്തെ ആഴ്ചയും കൂടി തനിക്ക് നോമിനേഷൻ്റെ പ്രഷർ താങ്ങാൻ സാധിക്കില്ല എന്നുമായിരുന്നു. എന്നാൽ അക്ബർ പറഞ്ഞതാവട്ടെ താൻ ഫസ്റ്റ് വീക്കിൽ നോമിനേഷൻ വരാത്തത് തൻ്റെ ഗെയിം കാരണമാണെന്നും കിട്ടിയ ഗോൾഡ് കോയിൻ താഴെ കളഞ്ഞത് ആര്യനാണെന്നും ഇനി താഴെ പോയാൽ തന്നെ അത് ഷാനവാസിൻ്റെ നിന്നും തിരിച്ച് തട്ടിപ്പറിക്കാമെന്നായിരുന്നു അക്ബർ പറഞ്ഞത്. ഇരുവരുടെയും ചർച്ച ലക്ഷ്യം കാണാത്തതിനാൽ ബിഗ് ബോസ് ഇടപെടുകയും ചർച്ച ചെയ്ത് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാതെ ഈ കൺവെൻഷൻ റൂമിൻ്റെ വാതിൽ തുറക്കില്ലെന്നും പറഞ്ഞു. ഫൈനലി അക്ബർ തന്നെ സ്വയം സെക്കൻഡ് വീക്കിലെ എലിമിനേഷന് വേണ്ടി നോമിനേറ്റ് ചെയ്തു. പിന്നീട് വീക്ക്ലി ടാസ്കിൻ്റെ സെക്കൻഡ് റൗണ്ടിൽ ബ്ലാക്ക് സ്റ്റോൺ കിട്ടിയവർക്ക് വേണ്ടിയുള്ള പണിയായിരുന്നു ബിഗ് ബോസ് നൽകിയത്. ഈ തവണ 3 പേർക്കാണ് ബ്ലാക്ക് സ്റ്റോൺ ലഭിച്ചത്. 1 ഷാനവാസ്, 2 അനീഷ്, 3 അക്ബർ. അതിൽ അനീഷിന് 2 ബ്ലാക്ക് സ്റ്റോൺ ലഭിച്ചു. അതിനാൽ തന്നെ അതിൽ 1 ബ്ലാക്ക് സ്റ്റോൺ സെക്കൻഡ് റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത മറ്റാർക്കെങ്കിലും നൽകണമായിരുന്നു. അതിൽ അനീഷ് സെലക്ട് ചെയ്തത് ആര്യനെയായിരുന്നു. അങ്ങനെ 4 പേർക്കാണ് ഈ തവണ പണി കിട്ടിയിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിലെ പണികൾ തന്നെയായിരുന്നു ഈ റൗണ്ടിലും റിപ്പീറ്റ്. അതായത് ഒന്നാമത്തത് കണ്ണ് കെട്ടണം, 2 വായ് മൂടണം, 3 നടക്കാൻ പാടില്ല, 4-മതായി ആന നടത്തുമെന്നുള്ള ഒരു പണിയും കൂടി ബിഗ് ബോസ് കൂട്ടിച്ചേർത്തു. ആദ്യത്തെ റൗണ്ടിലെ പണി ഓർമ്മയുള്ളതുകൊണ്ട് തന്നെ അനീഷ് തന്ത്രപരമായി ഈ തവണ നടക്കാൻ പാടില്ല എന്നുള്ള പണി തിരഞ്ഞെടുത്തു. ഷാനവാസ് തിരഞ്ഞെടുത്തത് വായ് മൂട്ടണമെന്നും അക്ബർ കണ്ണ് കെട്ടണമെന്നുള്ള പണിയുമാണ് തിരഞ്ഞെടുത്തത്. ആര്യൻ തിരഞ്ഞെടുത്തത് ആന നടത്തമെന്നുള്ള പണിയും. തന്ത്രപൂർവ്വം അനീഷ് നടക്കാൻ പാടില്ല എന്ന പണി തിരഞ്ഞെടുത്തെങ്കിലും ഷാനവാസും അക്ബറും കൂടി മനഃപൂർവ്വം പലതവണയും അനീഷിനെ ഉന്തുവണ്ടിയിൽ നിന്നും താഴെ ഇടുന്നുണ്ട്. അവസാനം അനീഷും അടുത്തിട്ട് താൻ ഈ ടാസ്ക് ചെയ്യുന്നില്ലെന്നും നിങ്ങൾ മനഃപൂർവ്വമാണ് എന്നെ താഴെ ഇടുന്നതെന്നും പറയുന്നുണ്ട്. എന്നാൽ ഷാനവാസിൻ്റെ പ്രവർത്തികൾ 2 ദിവസമായി സ്ത്രീകൾക്ക് ആർക്കും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഇന്നലത്തെ തന്നെ അനുമോളിൻ്റെ പ്രശ്നം കാരണം ഷാനവാസിന് കുറച്ച് നെഗറ്റീവ് റോളാണ് ഇപ്പോൾ ഹൗസിനുള്ളിലുള്ളത്. അതിനാൽ തന്നെ സ്ത്രീകളെല്ലാവരും ചേർന്ന് ഈ തവണ അനീഷിന് സപ്പോർട്ട് ചെയ്യുകയും ഷാനവാസിനോടും അക്ബറിനോടും എതിർത്ത് സംസാരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ മനഃപൂർവ്വമാണ് അനീഷിനെ താഴെ ഇടുന്നതെന്നും ഒരു ടാസ്ക് ലഭിച്ചാൽ അത് വൃത്തിയായി ചെയ്യണമെന്നും ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നും അനീഷിന് ഇതേ ടാസ്ക് ലഭിച്ചപ്പോൾ അനീഷ് നല്ല വൃത്തിക്കായിരുന്നു ചെയ്തതെന്നും പറഞ്ഞ് അനീഷിനെ സപ്പോർട്ട് ചെയ്യുകയും ഷാനവാസിന് എതിരെ നിൽക്കുന്ന സ്ത്രീകളെയാണ് ഇപ്പോൾ എന്തായാലും ലൈവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.